ദൈവത്തിൽ ഞാൻ ചിന്തിപ്പാനായിട്ട് കർത്താവിൻ്റെ ഹൃദയത്തിൽ തന്നേക്കുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത്, വാട്ട് ആർ ദി ഒബ്സ്റ്റക്കിൾസ് ഫോർ അവർ മിറക്കിൾസ് ആൻഡ് ബ്ലെസ്സിങ്സ്? നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും പ്രാപിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? വല്ലതും ഉണ്ടോ? ഒരു ദൈവിക അത്ഭുതം അല്ലെങ്കിൽ ഒരു ദൈവിക അനുഗ്രഹം, ഇത് രണ്ടും ഞാൻ ഒരു കാറ്റഗറി പെടുത്താനാണ്. എന്തൊക്കെയാണ് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമോ അത്ഭുതമോ നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കുന്നതിന് തടസ്സമായിരിക്കുന്ന വസ്തുതകൾ എന്തൊക്കെയാണ്? 5 കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. 1, അൺബിലീഫ്. എന്തുവാ? അവിശ്വാസമാണ്. ദൈവമല്ലൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് എന്തില്ല, അങ്ങോട്ട് വിശ്വാസമില്ല. കാര്യം എന്നാ, നടക്കാൻ യാതൊരു സാഹചര്യവും സാധ്യതയുമില്ല. അതുകൊണ്ട് ചില ആളുകൾ തമ്പുരാൻ നേരിട്ട് പറഞ്ഞാൽ പോലും ഞാൻ വിശ്വസിക്കത്തില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. ആദ്യത്തെ പ്രശ്നം എന്നാണെന്നറിയാമോ? നമ്മുടെ അവിശ്വാസമാണ്. 2 വാക്യങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നു. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം നിങ്ങൾക്ക് വളരെ സുപരിചിതമായിരിക്കുന്ന ഒരു വേദഭാഗമാണ്. അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവർ ആകുന്നു. അവരെ പോലെ, ആരെ പോലെ? ഇസ്രായേൽ ജനത്തെ പോലെ നാമും ഒരു നല്ല സദ്വർത്തമാനം കേട്ടവരാ. എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായിക കൊണ്ട്, അവർക്കത് വിശ്വസിക്കാൻ കഴിയാഞ്ഞതുകൊണ്ട്, കേട്ട വചനം അവർക്ക് ഉപകാരമായി, വചനം കൊണ്ട് അവർക്ക് യാതൊരു ഉപകാരവും ഉണ്ടായില്ല. വാഗ്ദത്തങ്ങൾ ലഭിക്കാഞ്ഞിട്ടോ കിട്ടാഞ്ഞിട്ടോ ഒന്നുമല്ല, പക്ഷെ കേട്ടതൊന്നും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എന്തോ പറ്റി? ദൈവത്തിൻ്റെ വാഗ്ദത്തം അവർക്ക് അനുഭവിക്കാനായിട്ട് സാധിച്ചില്ല. They could not enjoy the promise of God. പലരുടെയും ജീവിതത്തിൽ അതാ. ദൈവം ഒരു വാഗ്ദത്തം അവർക്ക് നൽകി കൊടുക്കുമ്പോഴാ, ദൈവം ഒരു വചനം അവർക്ക് നൽകി കൊടുക്കുമ്പോഴാ ശരിയായിരിക്കും, നമുക്കത് അംഗീകരിക്കാൻ പ്രയാസമുള്ള ഒരു സാഹചര്യത്തിലായിരിക്കും നമ്മൾ ജീവിക്കുന്നത്. ഇപ്പം നമുക്കറിയാലോ, ലോക സമ്പദ് വ്യവസ്ഥ തന്നെ ആകെ തകടം പറഞ്ഞ് കിടക്കുക. നോബഡി വിൽ ഈവൻ വെഞ്ചർ ഫോർ എ ന്യൂ പ്രോജക്ട്സ്. ഒരു പുതിയ പദ്ധതിക്ക് അല്ലെങ്കിൽ ഒരു പുതിയ കാര്യത്തിന് ആരും എന്ത് ചെയ്യത്തില്ല, ചിന്തിക്കത്ത് പോലുമില്ല. നോട്ട് ഈവൻ ഇൻ ദെയർ വൈൽഡ് ഇമാജിനേഷൻ. കാര്യം ദ വേൾഡ് ഇക്കോണമി ഈസ് ഇൻ എ കൺഫ്യൂസ്ഡ് സ്റ്റേജ്. ലോക സമ്പദ് വ്യവസ്ഥ തന്നെ ആകെ എന്ത് ചെയ്തിരിക്കുക, കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുക. അപ്പോഴാണ് ദൈവം തമ്പുരാൻ നമുക്കൊരു വാഗ്ദത്തം തരുന്നേ. ഞാൻ നിന്നെ കൊണ്ട് അത് ജയിക്കാൻ പോവാ, ഞാൻ നിന്നെ കൊണ്ട് ഇങ്ങനെ ജയിക്കും, ഞാൻ നിന്നെ എന്ത് ചെയ്യാൻ പോവാ, വലിയവനാക്കാൻ പോവാ. ഇംപോസിബിൾ. ദൈവം ഒരിക്കൽ മോശയ്ക്ക് അങ്ങനെ ഒരു വാഗ്ദത്തം കൊടുത്തപ്പോൾ മോശ എന്നെ തമ്പുരാനോട് ചോദിച്ചു, നീ എന്തോ കണ്ടേച്ചായി പറയുന്നതെന്ന് ചോദിച്ചു. ഓർക്കുന്നോ? ഞാൻ ഈ ജഡത്തിന് തിന്നാനായിട്ട് ജനത്തിന് ഇഷ്ടം പോലെ മാംസം കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതം വേറെ ആരനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ അടുത്തറിഞ്ഞൊരു മനുഷ്യനായിരുന്നു മോശ. ആ മോശയ്ക്ക് പോലും അത് വിശ്വസിക്കാൻ പറ്റിയില്ല. നീ തമാശ പറയാമെന്ന് ചോദിച്ചു. നീ കാട്ടിലെ മൃഗങ്ങളെയെല്ലാം വലിച്ചു കൂട്ടുമോ? ആകാശത്തിലെ പക്ഷികളെയെല്ലാം? നീ എൻ്റെ കൂടെയുള്ള ജനം എത്രയാണെന്ന് വിചാരിച്ചിട്ടാ? 6 ലക്ഷത്തിലധികം ജനത്തിന് നീ ഇറച്ചി കൊടുക്കുമെന്ന് പറഞ്ഞാൽ, അത്യാവശ്യമൊക്കെ ആണെങ്കിൽ ഒരു ഇരിപ്പിരുന്ന ഒരു 5 കാടയൊക്കെ നമുക്ക് തിന്നാം അല്ലേ? കാട അറിയാമല്ലോ, 5ഒക്കെ ഈസി ആയിട്ട്, ഒരു കാട ഒരു വായിക്കൊള്ളാനേ ഉള്ളൂ നമുക്ക്. ഇത്രയാണത് നീ, ഹൗ ഇസ് ഇറ്റ് പോസിബിൾ? ഇത് എങ്ങനെ? ഇത് മരുഭൂമിയാ. തമ്പുരാൻ പറഞ്ഞു, നീ വലിയ ഭാരിച്ച കാര്യമൊന്നും അന്വേഷിക്കണ്ട, അത് ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. നീ ഇത് പറഞ്ഞാൽ മാത്രം മതി ജനത്തോട്. ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മോട് ചോദിക്കുന്ന ഒറ്റൊരു ചോദ്യം, ദൈവം പറഞ്ഞൊരു വാഗ്ദത്തം നിനക്ക് വിശ്വസിക്കാൻ കഴിയുമോ?
ശരിയായിരിക്കും, സാഹചര്യം നമ്മളെ അതിന് എന്ത് ചെയ്യുന്നില്ല, അനുവദിക്കുന്നില്ല. മറ്റുള്ളവരൊരു പക്ഷേ ചുമ്മാ വേണ്ടാതനത്തിനൊന്നും പോകരുത്, പാസ്റ്റർമാർക്ക് വേറെ തൊഴിലും, ഇതൊക്കെ അവരുടെ നമ്പറാണ്, അങ്ങനെയൊക്കെ അവരൊക്കെ ഇങ്ങനെയെന്ന് പലതും പറയും. നീ അതൊന്നും കണ്ട് എന്ത് ചെയ്യരുത്, എടുത്ത് ചാടരുത്. അങ്ങനെ നമ്മുടെ വേണ്ടപ്പെട്ടവരൊക്കെ നമ്മോട് പറയുന്നത്. The pressures, the peer pressures from our friends and family. അയാൾക്ക് ഇതൊക്കെ പറയാൻ കാര്യം എന്നാ? അയാൾക്കൊരു മോനേ ഉള്ളൂ, അതിൻ്റെ കല്യാണം കഴിഞ്ഞല്ല, അയാൾക്ക് ഇങ്ങനെ പറഞ്ഞാൽ. പക്ഷെ നീ കുറച്ചുകൂടെ എന്ത് ചെയ്യണം, ബുദ്ധിയോടെ, ജ്ഞാനത്തോടെ, വിവേകത്തോടെ ഇനി എന്തൊക്കെ ഉപയോഗിക്കാമോ അതെല്ലാം പറയും. യു ഷുഡ് ബി മോർ, നീ കുറച്ചുകൂടെ പ്രായോഗികമായിട്ട് എന്ത് ചെയ്യണം, നീ ചിന്തിച്ചവിടെ ഇരിക്കത്തേ ഉള്ളൂ. കേട്ടിട്ടില്ലേ പണ്ടൊരു കഥ, പഞ്ചായത്തെല്ലാം കാണുന്ന ഒരു കഥ, 1000 ബുദ്ധിയുള്ളവൻ അവിടെ കിടക്കും, ഒറ്റ ബുദ്ധിയുള്ളവൻ എന്ത് ചെയ്യും, രക്ഷപ്പെട്ടു പോകും. നമുക്ക് എന്തുകൊണ്ടാണ് ദൈവിക വാക്തത്വങ്ങൾ നമുക്ക് അനുഭവിക്കുവാനോ നമുക്കത് നമ്മുടെ സ്വായത്തമാക്കാനോ കഴിയാത്തത്? എൻ്റെ ഭാഷ പറഞ്ഞാൽ സംടൈംസ് വി ആർ മോർ സ്മാർട്ടർ ദാൻ ഗോഡ്. ദൈവത്തെക്കാ ബുദ്ധി നമുക്ക് ഉള്ളതുകൊണ്ടാണ് എന്ന് നമ്മൾ അവകാശപ്പെടുന്നതുകൊണ്ടാണ്. ഏതോസം പറയുന്നത് മനുഷ്യൻ്റെ ബുദ്ധി ദൈവത്തിൻ്റെ ബോധത്വമാണെന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ അനുഗ്രഹങ്ങൾക്ക്, ദൈവിക അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിന് നമുക്ക് തടസ്സമായി നിൽക്കുന്നതിൻ്റെ ആദ്യത്തെ കാരണം അൺബിലീഫ്, നമ്മുടെ അവിശ്വാസമാണ്. കേൾക്കാഞ്ഞിട്ടൊന്നുമല്ല, ദൈവം ആരാന്നൊക്കെ നല്ലപോലെ നമുക്കറിയാം. ഞാൻ വേദപുസ്തകത്തിൽ നിന്ന് ഒരാളെ ഞാൻ എടുത്തു കാണാം. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം. ശമര്യ പട്ടണത്തിൽ മുഴുവൻ കഠിനക്ഷാമം നടന്നുകൊണ്ടിരിക്കുക, അതികഠിനമായ ക്ഷാമം. മക്കളെ പോലും എന്ത് ചെയ്യുന്നു, പുഴുങ്ങി തിന്നുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഒരു പ്രവാചകൻ അവിടെ നിന്ന് വിളിച്ചു പറയാം, എലിശാ പ്രവാചകൻ വിളിച്ചു പറയാം, നാളെ ഈ നേരത്ത് ശമര്യയുടെ പടിവാതിൽക്കൽ. വായിച്ചോ. അപ്പോൾ എലീശ യഹോവയുടെ അരുളപ്പാട് കേൾപ്പിൻ, യഹോവയുടെ അരുളപ്പാട് കേൾപ്പിൻ, നാളെ ഈ നേരത്ത് ശമര്യയുടെ പടിവാതിൽക്കൽ ശേക്കലിന് ഒരു സെയ ഗോതമ്പ് മാവ്, ശേക്കലിന് 2 സെയ യവവും വിൽക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. രാജാവിന് ഉടനെ ഒരു VIP പറയുന്ന അത് ഭയങ്കരതാണ്. അത് കമ്മിറ്റിക്കാരനാണ് പറഞ്ഞേക്കുന്നത്, അല്ലെങ്കിൽ എന്തോ സെക്രട്ടറിയാ പറഞ്ഞ സഭയുടെ. രാജാവിന് കൈത്താങ്ങൽ കൊടുക്കുന്ന അകമ്പടി നായകൻ ദൈവപുരുഷനോട് പറയാ, യഹോവ ആകാശത്തിൽ കിളിവാതിലുകൾ ഉണ്ടാക്കിയാലും ഇതെങ്ങനെ നടക്കാൻ പോകുന്ന കാര്യമാണോ എന്ന് പറഞ്ഞു. ഇതെങ്ങനെ നടക്കാൻ പോകുന്ന കാര്യമാണ്. ചുമ്മാ വെറുതെ ജനത്തെ എന്ത് ചാട്ടുമ്മ കയറ്റരുത്, അല്ലേ നമ്മുടെ ഭാഷയ്ക്ക് പറഞ്ഞ. ചുമ്മാ അതും ഇതൊക്കെ പറഞ്ഞിങ്ങനെയൊന്നും. ഇത് ആകാശത്ത് നിന്ന് കിളിവാതിലുണ്ട്. ദൈവം തമ്പുരാൻ ആകാശത്ത് നിന്ന് കിളിവാതിലുണ്ടാക്കിയാലും എന്ത് ചെയ്യത്തില്ല, ഇത് നടക്കാൻ പോകുന്നില്ല. ഗോപാലകൃഷ്ണ, ഞാൻ പറഞ്ഞത് വിശ്വസിക്കുന്നോ? ഞാൻ കുറച്ച് കാര്യം പറഞ്ഞായിരുന്നല്ലോ, അങ്ങനെ നടക്കുമെന്ന് വിശ്വസിക്കുന്നോ? അങ്ങനെയാണെങ്കിൽ നടന്നിരിക്കും. കാരണം ഭൂമി അതിൻ്റെ പൂർണ്ണതയും തമ്പുരാനുള്ളതാ. ദൈവം പറഞ്ഞാൽ അത് നടന്നിരിക്കും. ഉടനെ രാജാവിന് അകമ്പടി കൈത്താൻ കൊടുത്ത് അകമ്പടി നായകൻ പറയാം, ദൈവം ആകാശത്ത് നിന്ന് കിളിവാതിലുണ്ടാക്കി തുറന്നാലും എന്ത് ചെയ്യത്തില്ല, ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ, ഇത് സംഭവിക്കത്തില്ല. എൻ്റെ ഭാഷ പറഞ്ഞത് കേട്ടപ്പോൾ ഏലിയാവിന് തനി നാടൻ ശൈലി ഉപയോഗിക്കാം, പ്രസംഗ ശൈലി അല്ലത്, ചൊറിഞ്ഞു കയറി. എലിസ എന്തോ പറഞ്ഞെന്നറിയാമോ? വായിച്ചോ. നിന്റെ കണ്ണുകൊണ്ട് നീ അത് കാണും, എങ്കിലും അതിൽ നിന്ന് തിന്നുകയില്ല എന്ന് പറഞ്ഞു. തിന്നത്തില്ല. നിന്റെ കണ്ണുകൊണ്ട് നിനക്ക് കാണാം, പക്ഷേ നീ അറിയുന്ന എന്ത് ചെയ്യത്തില്ല, അനുഭവിക്കത്തില്ല. ഞാനൊരു കാര്യം ഇവിടെ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവിശ്വാസത്തിൻ്റെ വാക്ക് വല്ലവരും പറഞ്ഞെന്ന് പറഞ്ഞ് നിന്റെ വിശ്വാസം ചോർന്നു പോകരുത്. നിന്റെ കൂടെ ഉള്ളവരെ, നിന്റെ ചുറ്റുപാടുമുള്ളവരെ, വേണ്ടപ്പെട്ടവരൊക്കെ പറഞ്ഞേക്കുന്ന എന്തുമായിരിക്കും, അവിശ്വാസത്തിൻ്റെ വാക്കുകളായിരിക്കും. ബട്ട് ഡോണ്ട് ലൂസ് യുവർ ഫെയ്ത്ത്. നിന്റെ വിശ്വാസം നീ എന്ത് ചെയ്യരുത്, കളയരുത്. അതിൻ്റെ അതേ അധ്യായത്തിൻ്റെ തന്നെ 17-ാം വാക്യം വായിച്ചു നോക്ക് നിങ്ങൾ. അതേ അധ്യായത്തിൻ്റെ 17-ാം വാക്യം. രാജാവ് തനിക്ക് അതിൻ്റെ ഇടയ്ക്ക് നടന്ന ചില സംഭവങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ കുഞ്ഞെ, ഞാനൊരു കാര്യം പറയാം,
തമ്പുരാൻ ഒരു കാര്യം പറയുന്നെങ്കിൽ അതെങ്ങനെ ചെയ്തെടുക്കണമെന്നും തമ്പുരാൻ അറിയാം. അതൊന്നും നിന്റെ ബുദ്ധിക്ക് പോലും, നിനക്ക് നിന്റെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയാത്തൊരു പദ്ധതി തമ്പുരാൻ ഇട്ടേച്ചാ പറയുന്നത്, നാളെ ഈ നേരത്ത്. അതിന്റെ 17-ാം വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്, വായിച്ചോ. രാജാവ് തനിക്ക് കൈത്താങ്ങൾ കൊടുക്കുന്ന അകമ്പടി നായകനെ വാതിൽക്കൽ വിചാരകനായി നിയമിച്ചിരുന്നു. ജനം അവനെ ചവിട്ടിക്കളഞ്ഞു. രാജാവ് ദൈവപുരുഷന്റെ അടുക്കൽ വന്നപ്പോൾ അവൻ പറഞ്ഞിരുന്നത് പോലെ അവൻ മരിച്ചുപോയി. What God said. അവിടെ നടന്ന ചില കാര്യങ്ങൾ എന്തൊക്കെയാന്ന് പ്രവാചകൻ പറഞ്ഞ പോലെ തന്നെ ഭക്ഷണം അവിടെ എന്ത് ചെയ്തു? വിൽക്കപ്പെട്ടു. ഇവൻ എന്ത് ചെയ്തു? ചവിട്ടപ്പെട്ട് മരിക്കപ്പെടുകയും ചെയ്തു. ഞാനിന്ന് പകൽക്കാലം ദൈവജനത്തോടൊരു കാര്യം പറയാം. എൻ്റെ കർത്താവ് എന്ത് പറഞ്ഞാലും നീ അതിനെ വിശ്വസിക്കുക, കണ്ണുമടച്ച് വിശ്വസിക്കുക. അതങ്ങനെ തന്നെ സംഭവിക്കും. കാരണം പറഞ്ഞത് ദൈവമാണ്. അപ്പോൾ ആദ്യത്തെ തടസ്സം എന്നാണെന്നറിയാമോ? ദ അൺബിലീവ്. കാരണം വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ചുറ്റും കിടക്കുന്ന മുഴുവനും. കാരണം എല്ലാവരും പറയുന്നത് അങ്ങനെ, ഇതൊന്നും നടക്കത്തില്ല, ഇതൊന്നും സംഭവിക്കാൻ യാതൊരു സാധ്യതയുമില്ല. രണ്ടാമത്തെ തടസ്സം എന്നാണെന്നറിയാമോ? ഡിസൊബീഡിയൻസ്, നമ്മുടെ അനുസരണക്കേടാണ്. എബ്രായലേഖനം 4-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം വായിച്ചു. നമ്മൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ കഴിയാത്തതിൻ്റെ, അല്ലെങ്കിൽ അത്ഭുതം പ്രാപിക്കാൻ കഴിയാത്തതിൻ്റെ രണ്ടാമത്തെ കാരണം എന്നാണെന്നറിയാമോ? അനുസരണക്കേട്. വിശ്വാസമൊക്കെ ഉണ്ട്, പക്ഷേ എന്ത് ചെയ്യത്തില്ല? അനുസരിക്കത്തില്ല. നമ്മളെല്ലാട്ടെ ഇപ്പം കൊടുത്താലൊക്കെ കിട്ടുമെന്ന് നമുക്ക് നല്ലപോലെ അറിയാം, കൊടുക്കില്ലല്ലോ. കൊടുക്കുന്നവനെ അനുഗ്രഹിക്കപ്പെടുള്ളൂന്നറിയാം. ഡിസൊബീഡിയൻ്റാ നമ്മൾ അനുസരിക്കത്തില്ല. ആ വാക്യം വായിച്ചു വന്ന്, അതുകൊണ്ട് ചിലർ അതിൽ പ്രവേശിപ്പാൻ ഇടശേഷിച്ചിരിക്കയാലും മുമ്പേ സദ്വർത്തമാനം കേട്ടവർ, നേരത്തെ പറഞ്ഞു, സദ്വർത്തമാനം കേട്ടവർ അനുസരണക്കേട് നിമിത്തം അവർക്ക് അത് അനുഭവിക്കാൻ കഴിയാതെ പോയി. എന്താ കാരണം? അനുസരണക്കേട്. ചില കാര്യങ്ങളൊക്കെ കർത്താവ് നമ്മളോട് പറയാൻ തുടങ്ങിയിട്ട് എത്ര നാളായി അല്ലേ? എത്ര നാളായി? ഓരോ പ്രാവശ്യം വരുമ്പോൾ ഇത് പറയുമ്പോൾ സഭ മാറിപ്പോകുന്നല്ലാതെ ഇവിടെ എപ്പോൾ ചെന്നാലും ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ എന്ന് വിചാരിച്ചാൽ അടുത്ത സഭ അവിടെ ചെന്നപ്പോൾ ഇത് തന്നെ, അവിടെ ഇതിനൊക്കെ കൂടുതലാണ്. ഇവിടെ മാസത്തിലൊരിക്കലേ പറയുള്ളായിരുന്നു, അവിടെ എല്ലാ ആഴ്ചയും ഇതിനു വേണ്ടി തന്നെ 10 മിനിറ്റ് വേർതിരിച്ചിരിക്കുക. അപ്പോൾ അവിടുന്ന് വിട്ടു വേറെ സ്ഥലത്ത് പോയി. അവിടുത്തെ പിന്നെ ആൾക്ക് നീ അറിയാതെ എന്ത് ചെയ്യാൻ, നിന്നെ കളിപ്പിച്ചെടുക്കാൻ അറിയാം. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് മാത്രമല്ല ഞാൻ ഈ പറയുന്നത്. ദൈവം നമ്മോട് പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കാൻ എത്ര തത്രപ്പാട് നമുക്കുണ്ട്. അതോ കഴിയുന്നത് നീട്ടിവെക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. പലരുടെയും ജീവിതത്തിൽ ദൈവം ദൈവം അവർക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്ത, ദൈവം അവർക്ക് വേണ്ടി ഒരുക്കിയതായ അനുഗ്രഹം അവർക്ക് കിട്ടാത്തതിൻ്റെ കാര്യം എന്നാണെന്നറിയാമോ? അവർക്ക് അനുസരിക്കാൻ മനസ്സില്ല. നമ്മോട് തന്നെ നമുക്ക് ചോദ്യം ചോദിക്കാം, കർത്താവ് എന്നോട് പറഞ്ഞത് ഞാൻ ഇന്നും അനുസരിക്കാതിരിക്കുന്ന ഏതെങ്കിലും വിഷയങ്ങളുണ്ടോ? കർത്താവ് നമ്മോട് പറയുന്നതൊക്കെ നമുക്ക് ഏറ്റവും വിഷമമുള്ള കാര്യങ്ങളായിരിക്കും. പിന്നെ ബാക്കിയൊക്കെ നീ ചെയ്യുന്ന അറിയല്ലേ? രാവിലെ കാപ്പി കുടിക്കണമെന്ന് പറഞ്ഞാൽ സുഖമാണ്, ഒന്നും കുഴപ്പമില്ല. രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യത്തിലേ കർത്താവ് കത്തിവയ്ക്കത്തുള്ളൂ. ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ അനുസരണക്കേടല്ലേ ഇന്ന് നമ്മുടെ ജീവിതത്തിലുള്ള പല ബുദ്ധിമുട്ടുകൾക്കും കാരണം? അതെന്നേ അനുസരിച്ചായിരുന്നെങ്കിൽ എന്നേ ആ വിഷയത്തിന് പരിഹാരം കിട്ടുന്നില്ലായിരുന്നു. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, കാരണം ഇറ്റ് ഈസ് സെൽഫ് എക്സ്പ്ലനേറ്ററി. ഇത് സ്വയം വിശദീകരിക്കുന്നതാണ്. ഇനി അനുസരണക്കേട് എന്തുവാന്ന് ആരെങ്കിലും പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? എല്ലാവർക്കും അറിയാം.
ജീവിതത്തിൽ ഒരിക്കൽ പോലും അനുസരണക്കേട് കാണിക്കാത്ത ആരെങ്കിലും ഉണ്ട് നിങ്ങൾ കൈ ഉയർത്തിക്ക്? അറിയില്ല. എല്ലാവർക്കും അറിയാം ഇത് എന്തുവാന്നുള്ളത്. 3, ഡിലേ എന്ന് പറഞ്ഞാൽ എന്തുവാ? താമസിപ്പിക്കുന്നൊരു സ്വഭാവം. ചെയ്യാം, പ്രവർത്തിക്കാം, ചെയ്യാന്നേ, വരാന്നേ. എൻ്റെ ഭാഷ പറഞ്ഞാൽ തപ്പെടുത്ത് തടങ്ങെടുത്ത് നമ്മൾ വരുമ്പോഴത്തേനും എന്ത് ചെയ്യും? വണ്ടി പോയി കഴിയും. അങ്ങനെ പ്രാർത്ഥിച്ച് എന്ത് ചെയ്തൊരു വണ്ടി കിട്ടി. അപ്പോൾ പിന്നെ വരാനും നേരമല്ല. അപ്പോൾ പിന്നെ എണീക്കാൻ വൈകിപ്പോയി. കാരണം വണ്ടി ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ഇത്തിരി നേരം വൈകി ഇറങ്ങതാ. ഡിലേ ഇൻ ഒബേയിങ് ഗോഡ്സ് വേർഡ്. ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിൽ നാം താമസിപ്പിക്കുന്നു എങ്കിൽ, നാം വൈകിക്കുന്നു എങ്കിൽ ദൈവം വെച്ച അനുഗ്രഹം നമുക്ക് പ്രാപിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് പുറപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം. ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചായിരുന്നത്, ഒരു ഹിന്റ് തന്നു. ദൈവം ഇസ്രായേൽ ജനങ്ങൾക്ക് വേണ്ടി ദൂതന്മാരുടെ ആഹാരമാകുന്ന മന്ന കൊടുത്തിരിക്കുക. പുറപ്പാട് 16-21. അവർ രാവിലെ തോറും അവനവന് ഭക്ഷിക്കാവുന്നിടത്തോളം പെറുക്കാം. വെയിൽ മൂക്കുമ്പോൾ അത് ഉരുകിപ്പോകും. നീ പറക്കാൻ പോകുന്നത് വെയിൽ മൂത്തതിന് ശേഷമാണെങ്കിലോ? സ്വാദത്തിന് വരുന്നവരുണ്ട്, ഒരു വെയിൽ മൂത്തിട്ടേ വരുള്ളൂ. അപ്പോഴത്തേനും മന്നയൊക്കെ വേണ്ടൊരു പറക്കി കഴിഞ്ഞു. അവർ വരുന്നത് തല കാണിക്കാൻ വേണ്ടി വരുന്നവരാ. ഇല്ലേ, അങ്ങനെ കണ്ടിട്ടില്ലേ ചിലർ? ഞാൻ ഒന്ന് പോയി തല കാണിച്ചേച്ച് വരാം. അത് ഇവിടുത്തെ ശൈലിയല്ലെന്ന് തോന്നുന്നല്ലേ, തെക്കൻ ശൈലിയാണ് ഞാൻ പറയുന്നത് തോന്നുന്നു അല്ലേ. ഞാനേ ഒന്ന് പോയി തല കാണിച്ചേച്ച് വരാം. അപ്പോൾ ചെന്നു എന്നിട്ട് വേണമെങ്കിൽ ഫോട്ടോ എടുക്കാൻ നേരത്തെ കൂടെ ഒന്ന് കാണിച്ചേക്കാം. അപ്പോൾ പിന്നെ ഫോട്ടോയിലും ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ ഉറപ്പായല്ലോ. എപ്പോഴാണ് വന്നേ? ആശീർവാദം ഫോട്ടോ എടുക്കുന്ന സമയത്താണ് പുള്ളി വന്നേ. ആരും അറിഞ്ഞില്ലത്. ഓഡിയൻസിൻ്റെ കൂട്ടത്തിലൊന്നും ഇയാളില്ല. പക്ഷെ ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് എന്തോന്ന് മനസ്സിലായോ? ഡിലേ. ദൈവം തന്നെ അനുഗ്രഹം പകരുമ്പോഴൊന്നും ഇയാളെ എന്ത് ചെയ്യില്ല, കാണാനില്ല. ഇസ്രായേൽ ജനങ്ങളെല്ലാം രാവിലെ എഴുന്നേറ്റ് പോയി മന്ന പെറുക്കി കൊണ്ടുവന്ന് ചുട്ടു തിന്നവനെല്ലാം കഥ പറയാം. എന്തോ ഒരു രുചിയാണെന്നറിയാമോ മോനെ? അല്ലേ, ഇത് കൊത്തമ്പാലരി പോലെ ഇരിക്കുന്നു, ഇത് തേൻകുട്ടിയ ദോശയ്ക്ക് രുചിയിരിക്കുന്നു ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. മോനെ എനിക്കൊന്നും കിട്ടില്ലല്ലോ. ഞാനൊന്നും കണ്ടില്ല. ഞാൻ പറയും അവിടെയൊക്കെ പറയുന്നത്, അവിടെയൊക്കെ തപ്പി നോക്കി. ഞാൻ അവിടെ ഒരു മന്നയുടെ പൊടി പോലും കാണില്ല. കാര്യം എന്നാ? യു ആർ ഡിലേഡ്. നീ എന്ത് ചെയ്തു? നേരം വൈകി. ഇല്ലേ, കല്യാണത്തിനൊക്കെ വരുന്നവർക്ക് വെൽക്കം ഡ്രിങ്ക് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. എന്തൊരു സൂപ്പർ സാധനമാണെന്നറിയാമോ? പക്ഷെ നീ വന്നത് എപ്പോഴാ? ചെറുക്കനെ പെണ്ണിനെ കൈ പിടിക്കാൻ നേരത്തെ. അപ്പോഴത്തേനും അത് കഴിഞ്ഞ് ആ സെറ്റ് അവിടുന്ന് മാറ്റി കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും വെൽക്കം ഡ്രിങ്ക് വാസ് സൂപ്പർ. എന്തൊട്ട് വെൽക്കം ഡ്രിങ്കോ, എന്തൊട്ട് സൂപ്പർ? ഞാൻ അവിടെ ഒക്കെ നോക്കിയിട്ട് കണ്ടില്ലല്ലോ. അത് വെൽക്കം പിന്നെ ആ സമയത്താ. പലപ്പോഴും ദൈവാനുഗ്രഹങ്ങളുടെ പൂർണ്ണത അല്ലെങ്കിൽ അത് നമുക്ക് മുഴുവൻ ലഭിക്കാത്തതിൻ്റെ കാര്യം എന്നാ? നമ്മൾ പകുതി ആകുമ്പോഴേ അങ്ങോട്ട് എന്ത് ചെയ്യുന്നത്? കയറി ചെല്ലുന്നത്. ഇൻ എവറി പോർഷൻ there is a blessing. Your delay. നിനക്കെന്താ ഈ അനുഗ്രഹം നഷ്ടമായി പോയത്? നീ സമയത്തിന് അവിടെ എന്ത് ചെയ്തിട്ടില്ല, എത്തിയില്ല. ഇസ്രായേൽ ഞങ്ങൾക്ക് നിങ്ങൾ വായിച്ചു നോക്കിയോ, പിന്നെ കാണാം. പറക്കാൻ പോയിട്ട് അവരെന്ത് ചെയ്തില്ല, കണ്ടില്ല. യുവർ ഡിലേ, ദ ലാഗിങ് മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ എന്തുവാ? ഒരു ആലസ്യ മനോഭാവം. ചെല്ലാന്നേ, പോവാന്നേ, 12 വരെയൊക്കെ ആരാധനയില്ലേ, നമുക്കൊരു 12 മണിക്ക് എന്നാലും പോരെ, മതിയെന്ന്. ഞാനൊരു കാര്യം പറയാം. യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. വേറെ എങ്ങും നീ അങ്ങനെ നേരം വൈകി പോകില്ലല്ലോ. ഫ്ലൈറ്റ് കിട്ടണമെങ്കിൽ 3 മണിക്കൂർ നേരത്തെ അല്ലെന്ന് പറഞ്ഞാൽ അവിടെ ചെല്ലുന്നത്, നീ അവിടെ എത്തിയിരിക്കും. ട്രെയിൻ കറക്റ്റ് സമയത്താണ്, നീ അവിടെ എത്തിയിരിക്കും. സ്കൂളിൽ പിള്ളേരെ കറക്റ്റ് സമയത്തിന് വിടത്തില്ലേ?
അത്രയും ഒരു ശുഷ്കാന്തിയെങ്കിലും നിനക്ക് ദൈവിക വിഷയത്തിലില്ലെങ്കിൽ എനിക്കൊന്നേ പറയാനുള്ളൂ, അയ്യോ കഷ്ടം. അത് ഇവിടെ ഞങ്ങൾക്കൊരു 5-6 പേർക്ക് മാത്രം പറഞ്ഞേക്കുന്ന കാര്യമാണോ ഇത്? അല്ല. ദൈവിക അനുഗ്രഹങ്ങൾക്ക് നീ തന്നെ തടസ്സക്കാരൻ. എന്താ കാരണം? യു ആർ ഓൾവേസ് ഡിലേ. നീ എല്ലായ്പ്പോഴും എന്തുവാ? നേരം വൈകിയേ എന്ത് ചെയ്യത്തുള്ളൂ? എത്തുള്ളൂ. ഇസ്രായേൽ ജനങ്ങൾക്ക് ദൈവം മന്ന വർഷിപ്പിച്ചു കൊടുക്കുന്നൊരു സമയമുണ്ടായിരുന്നു. നിങ്ങൾ അധികാലത്തെ എഴുന്നേറ്റ് എന്ത് ചെയ്യണം? പൊറുക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ആ പഴയ പാട്ടൊക്കെ എങ്ങനെയായിരുന്നു? അതിരാവിലെ തിരുസന്നിധി അണയുന്ന ഒരു ഈ സഭയെ. അന്നത്തെ പാട്ടൊക്കെ അങ്ങനെ. ഇന്ന് പകൽക്കാലം ഞാനൊരു കാര്യം പറയാം. യുവർ ലാഗിങ് മെൻറ്റാലിറ്റി, ആ അലസ മനോഭാവം ഉണ്ടല്ലോ, നിൻ്റെ ജീവിതത്തിൻ്റെ ഒത്തിരി അനുഗ്രഹങ്ങൾക്ക് തടസ്സം അതായിരുന്നു. ഇന്ന് പകൽക്കാലം ഇവിടെ തീരുമാനമെടുത്തേ, ഞാൻ യഹോവയുടെ പ്രവൃത്തി ഒരിക്കലും ഉദാസീനതയോടെ ഞാൻ ചെയ്യത്തില്ല. അതിൽ ഞാൻ ശുഷ്കാന്തി ഉള്ളവനായിരിക്കും. 4-മത്തത്, ദൈവാനുഗ്രഹത്തിന് നമ്മുടെ ജീവിതത്തിൽ തടസ്സമായി നിൽക്കുന്ന 4-മത്തെ വസ്തുത, അവർ ഹിപ്പോക്രസി എന്ന് പറഞ്ഞാൽ എന്തുവാ? കാപട്യ മനോഭാവം. എന്തുവാ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഒന്നും ഇല്ലേലും എല്ലാം ഉള്ളവനെ പോലുള്ള ആ മനോഭാവം. എനിക്കൊന്നും ഈ അത്ഭുതത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ല. പിന്നെ സൂത്രത്തിൽ കിട്ടുന്നെങ്കിൽ മേടിച്ചോ അല്ലേ? അത്ഭുതം വാങ്ങിച്ചു ഒരു തുള്ളി എനിക്കിവിടെ തന്നേരെ. കുഞ്ഞെ ഇവിടെ ധാരാളമായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അവർ ഹിപ്പോക്രസി. അതിൻ്റെ തെളിവെന്ന യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം. ഇരിപ്പും കെട്ടും മട്ടും ഭാവമൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തോ എല്ലാം ഉള്ളവനെ കുറിച്ചാണ്. പക്ഷെ എന്നാന്നറിയാമോ? അകം ശൂന്യമാണ്. 4:17 വായിച്ചേ. നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപം തന്നെ. ചെയ്യാത്തവന് എന്ന് പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാന്നുള്ള ഭാവം. അങ്ങനെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അയ്യോ ഞാൻ അറിഞ്ഞില്ലല്ലോ. അങ്ങനെ ഒരു ശുശ്രൂഷ സഭയിലുണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞില്ലയോ? ഡയാലിസിസ് രോഗികളുടെ ശുശ്രൂഷ ഉള്ളത് നിനക്കറിയില്ലായിരുന്നോ? HIV രോഗികളുടെ ഇവിടെ പ്രവർത്തിക്കുന്നത് നിനക്കറിയത്തില്ലേ? നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും അറിയാത്തവനെ പോലെ നീ ഭാവിച്ച് ജീവിക്കുന്നത് നിന്റെ അനുഗ്രഹത്തിന് തടസ്സമാണ്. കാപട്യ മനോഭാവം അല്ലേ? അയ്യോ അങ്ങനെ ഉണ്ടായിരുന്നു. അയ്യോ ഞാൻ അറിഞ്ഞില്ല. അങ്ങനെ നടക്കണ്ടായിരുന്നോ? അറിയില്ലായിരുന്നു ശരിക്കും അല്ലേ? സാറ് എന്നോട് പറഞ്ഞില്ല, അതാരോടും പറഞ്ഞിട്ടില്ല. ഞാൻ ഇവിടെ എല്ലാവരോടും പേര് പറഞ്ഞു. സെബാസ്റ്റ്യൻ പാസ്റ്റർ ഇവിടെ ചൈവീരുകളുടെ ഇവിടെ ഉണ്ട്, ഗോപാലകൃഷ്ണൻ ബ്രദർ ഇവിടെ അതുണ്ട്. അങ്ങനെ ഓരോരുത്തർ നോ 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 നിനക്കറിയാമായിരുന്നിട്ടും അറിയാത്തവനെ പോലെ നടിക്കുന്നത്, അതിനെ എന്തോ പറയുന്നത്? കപട മനോഭാവം എന്ന് പറയുന്നത്. അത് നിന്റെ അനുഗ്രഹത്തിന് തടസ്സമാണ്. നീ അറിഞ്ഞില്ലെന്ന് പറയരുത്. ഹിപ്പോക്രസി ഈസ് എ സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ഇൻ അവർ ബ്ലെസ്സിങ്സ്. നമുക്ക് അനുഗ്രഹം പ്രാപിക്കുന്നതിന് തടസ്സം നമ്മുടെ ഹിപ്പോക്രസിയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും മണ്ഡലങ്ങളിൽ നമ്മളത് കാണിച്ചിട്ടുണ്ടോ? ഉണ്ട്. ദൈവസഭയ്ക്കെന്ന് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് ഹിപ്പോക്രിറ്റ്സ് അതിനകത്ത് അധികമുള്ളത്. ഇന്ന് പകൽക്കാലം ദൈവം നമ്മോട് ആഗ്രഹിക്കുന്നത് വി ഹാവ് ടു ഗെറ്റ് റിഡ് ഓഫ് ദാറ്റ്. അതിനെ വിട്ട് നമ്മൾ പോരണം. ജീവിതത്തിൻ്റെ ഏതെങ്കിലും മണ്ഡലങ്ങളിൽ
നമ്മളതല്ലാതിരിക്കെ നമ്മളതാണെന്നുള്ളൊരു ഭാവം നമുക്കുണ്ടെങ്കിൽ ഒരിക്കലും ദൈവികമായ അനുഗ്രഹങ്ങൾ, നന്മകൾ നമുക്ക് പ്രാപിക്കാനായിട്ട് സാധിക്കത്തില്ല. അഞ്ചാമത്തത് ഇംപേഷ്യൻസ് എന്ന് പറഞ്ഞാൽ അക്ഷമ. ദൈവത്തിൻ്റെ സമയം വരെ കാത്തിരിക്കാനുള്ളൊരു മനസ്സ് നമുക്കില്ല. നമുക്ക് പറഞ്ഞ് തീരുമ്പോഴത്തേന് എന്ത് ചെയ്ത് കിടക്കണം? ഇവിടുന്ന് ഇറങ്ങുമ്പോഴത്തേന് അത്ഭുതം അല്ലേ? നമ്മളെ എതിരേൽക്കുന്നത് അത്ഭുതമായിരിക്കണം. ഇറങ്ങിയ ഉടനെ നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ അത്ഭുതവും നമ്മുടെ നന്മയും നമ്മുടെ അനുഗ്രഹമൊക്കെ വേണം. യു ഡോണ്ട് ഹാവ് പേഷ്യൻസ് ടു വെയിറ്റ് ഗോഡ്സ് ടൈം. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം വായിച്ചേൻ. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായിരിക്കണം. എങ്ങനെ? ദീർഘക്ഷമ. 45 വർഷം എടുത്തു ഈ സഭ ഈ കാണുന്നൊരു കോലത്തിൽ എത്താനായിട്ട്. എത്ര? 45 വർഷം. നമുക്ക് തമ്പേറ് കൊട്ടിയ ഉടനാൾ വരണം. എല്ലാ ദിവസവും വിളിച്ച് ചോദിക്കും, പാസ്റ്റർമാർ എത്ര പേരുണ്ടായിരുന്നു? 8 പേര്. കുറച്ചാളും കൂടെ 8 കൂടെ. കാരണം നീയും കൂടെ കൂട്ടി 8 നീ പോയില്ലല്ലോ. മനസ്സിലായില്ല എന്തോ ഞാൻ പറഞ്ഞതെന്ന്? ഒരു കാലത്ത് നീ ഒരു സഭയുടെ അംഗമായിരുന്നു. അന്ന് നിന്നെയും കൂടെ കൂട്ടി എത്രയേ ഉള്ളായിരുന്നു? 8 ഉള്ളായിരുന്നു. അന്ന് നീ എന്ത് ചെയ്യത്തില്ല? അവിടെ ആൾ കുറവാന്ന് പറഞ്ഞ് നീ പോയിരുന്നില്ല. ഇപ്പം നീ തുടങ്ങിയപ്പം ആൾ വരാതെ വരുമ്പോൾ നിനക്ക് ഭയങ്കര വേദനയല്ലേ? 20 വർഷം മുമ്പ് നീ ദൈവദാസന് കൊടുത്ത വേദന എത്ര ആയിരുന്നു? 45 വർഷം എടുത്തു. ഇതിനിടയ്ക്ക് ഇട്ടേച്ച് പോകാൻ എത്ര പ്രാവശ്യം പ്രലോഭനങ്ങളുണ്ടായെന്നറിയാമോ? ഏതെല്ലാം പരിശോധനകളൂടെ കടന്നു പോയെന്നറിയാമോ? ഇംപേഷ്യൻസ്. ദൈവത്തിന് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ചിലതൊക്കെ. ദൈവത്തിന് നമ്മളിലൂടെ വൻ കാര്യങ്ങൾ പ്രവർത്തിച്ചെടുക്കണമെന്നാക്കുന്നുണ്ട്. പക്ഷെ നമുക്കെന്തില്ല? നമുക്ക് അതുവരെ ഒന്ന് ക്ഷമിക്കാൻ പറ്റത്തില്ല. എന്നാ ഞാൻ പോവുക എന്ന് പറഞ്ഞാൽ ഇറങ്ങി പോവുക. ഇന്ന് പകൽക്കാലം ഞാനൊരു കാര്യം പറയട്ടെ. ഡു യു ഹാവ് പേഷ്യൻസ് ടു വെയിറ്റ് ഫോർ ഗോഡ്സ് ടൈമിങ്? ദൈവത്തിൻ്റെ സമയം വരെ ഒന്ന് കാത്തിരിക്കാൻ നിനക്ക് സമയമുണ്ടോ? ആ വാക്യം നിങ്ങളൊന്നുകൂടെ വായിച്ചു നോക്കിക്കേ. അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു, അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ. അതിന് ഇംഗ്ലീഷാണ് കുറച്ചുകൂടെ രസം. അതിന് ഇംഗ്ലീഷിൽ എങ്ങനെ പറഞ്ഞേക്കുന്നത്? ഇംഗ്ലീഷ് ബൈലിംഗുലം അല്ലേ അത്? അല്ല ഓക്കെ. അതിന് ഇംഗ്ലീഷ് കുറച്ചുകൂടെ രസമാണ്. നിങ്ങൾ ക്ഷീണിച്ചു പോകാതെ എന്നർത്ഥം വരുന്നതാണ്. നോട്ട് സ്ലഗ്ഗിഷ്. നിങ്ങൾ മന്ദതയുള്ളവരാകാതെ നിങ്ങൾ എന്ത് ചെയ്യണം? വിശ്വാസത്താലും ദീർഘക്ഷമയാലും. വിശ്വാസമൊക്കെ നമുക്ക് ഭയങ്കര വിശ്വാസം നമുക്കല്ലേ? തീർച്ചയായിട്ടും നമ്മുടെ വിശ്വാസം കേട്ട ദൈവം തമ്പുരാൻ തന്നെ ഇല്ലേ അത്ഭുതപ്പെടുത്തുണ്ടല്ലോ. ഇത്ര വലിയ വിശ്വാസം ഞാൻ ആരെല്ലാം കണ്ടില്ല. കർത്താവ് തന്നെ ആശ്ചര്യപ്പെട്ടെന്നാണ് പറയുന്നത്. അത്രയും വലിയ വിശ്വാസമാണ്. അതവൻ്റെ വിശ്വാസം അങ്ങനെ ആയിരുന്നുകൊണ്ട് തന്നെ കേട്ടോ. നമ്മുടെ വിശ്വാസം കണ്ടോ ഇവൻ ഇത്രയ്ക്ക് വലിയ അമണ്ടം എന്നൊക്കെ പറയുമോ നോക്കിയിട്ടാ അല്ലേ ആശ്ചര്യപ്പെടുന്നത്. വലിയ വിശ്വാസം മാത്രം പോരാ. അവിടെ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയുന്നു, ദീർഘക്ഷമയാലും. പേഷ്യൻസ് അതും കൂടെ ഉണ്ടെങ്കിലേ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? യു ക്യാൻ ഇൻഹെറിറ്റ് ദ പ്രോമിസസ്. ദൈവിക വാഗ്ദത്തങ്ങൾ നിനക്ക് പ്രാപിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇറ്റ് വിൽ ടേക്ക് ടൈം. ഒത്തിരി വർഷത്തോളം നിലനിൽക്കുന്ന ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങൾ നിങ്ങൾ എടുത്തു നോക്കിയോ, അത് ആദ്യത്തെ ഫലം വരാനും കുറേ സമയം അതിന് എടുക്കും. ഇപ്പോഴല്ലേ ഈ 18-ാം പട്ടയും 7-ാം പട്ടയും. ഞങ്ങൾ ഒരു 18-ാം പട്ടം കൊണ്ടുവച്ചിട്ടുണ്ട്. പട്ടം എത്രയായിട്ട് ഇതുവരെ അതിനകത്തൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ഷൂ പാസ്റ്റും കൂടെ കണ്ടാ വാങ്ങിച്ചത്. അത് ഷൂ ആരെ എവിടെ കണ്ടതില്ലേ? 18-ാം പട്ടയിൽ തേങ്ങ ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഞങ്ങളെ മേടിപ്പിച്ചതാ.
പട്ടം എത്ര ആയെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയത്തില്ല. ഇപ്പം ഒരനക്കവും ഇല്ല അത് കായ്ക്കുന്നത്. നമുക്കെന്നാ ഉടനെ 1 വർഷം കൊണ്ട് കായ്ക്കുന്ന പ്ലാവല്ലേ ഇപ്പോഴത്തെ വലിയ ഇത്. നമുക്ക് ഉടൻ ഫലം കിട്ടണം. നമ്മളെല്ലാം മൂവാണ്ടം കൂടി പോയാൽ നമുക്ക് 3 ആണ്ട് വരെ കാത്തിരിക്കും. 3 ആണ്ടിനാണ് നമുക്കെല്ലാം താല്പര്യം. പക്ഷെ നിലനിൽക്കുന്ന ഫലം ഉണ്ടാവണമോ? ഇറ്റ് വിൽ ടേക്സ് ടൈം. 8 വർഷമൊക്കെ കാത്ത റബ്ബറിൻ്റെ കൃഷിയുള്ളതല്ലേ. 1-ാം വർഷം വെട്ടാവുന്ന വല്ല റബ്ബർ ഇതുവരെ കണ്ടുപിടിച്ചോ? ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറച്ച് വയ്ക്കായിരുന്നു. ഒരു 6 വർഷം 8 വർഷം കാത്തിരുന്നേ പറ്റൂ. പക്ഷേ എൻ്റെ ഫലമോ ഒരു പുരുഷായുസ് മുഴുവൻ നിനക്കതിന് ലഭിക്കും. നമ്മുടെ ഇംപേഷ്യൻസ് ആണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവത്തിൻ്റെ സമയം വരെ കാത്തിരിക്കാൻ പറ്റാത്ത ആ മനോഭാവമാണ് നമ്മളെ പല ചതിക്കുഴികളിലും എന്ത് ചെയ്തത്, ചെന്ന് ചാടിച്ചത്. നമുക്കറിയാലോ, വേറെ ആരുടെ ഉദാഹരണം ഒന്നും എടുക്കണ്ട, വേറെ ദിവസത്തിൽ തന്നെ ഉണ്ട് ഒത്തിരി. വിശ്വാസികളുടെ പിതാവാകുന്ന അബ്രഹാമിന് പറ്റിയ ഏറ്റവും വലിയ ചതി ഏതാ? ഇംപേഷ്യൻസ് ആയിരുന്നു. ആറാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം കൊണ്ടൊന്ന് വായിച്ചോ. അങ്ങനെ അവൻ ദീർഘക്ഷമയോടിരുന്ന് വാഗ്ദത്ത വിഷയം പ്രാപിച്ചു. വാഗ്ദത്ത പൂർത്തി പ്രാപിച്ചു. അപ്പൊ ദൈവിക വാഗ്ദത്തങ്ങള് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വരണമെങ്കിൽ ദീർഘക്ഷമയോടെ കാത്തിരിക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് പലരും നമ്മളെ ഒന്ന് പ്രഷറൈസ് ചെയ്യും. ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇയ്യോബ്. ഭാര്യ പറഞ്ഞല്ലോ പോയി ചത്തൂടെ. അതും കേട്ടിട്ട് അവളും എന്നോട് ഇത് പറഞ്ഞ് എൻ്റെ മക്കളും പോയി, സ്വത്തും പോയി, എല്ലാം പോയി, അവൾക്കും എന്നെ വേണ്ട എന്നും പറഞ്ഞൊരു കയറും എടുത്തുകൊണ്ട് പോയായിരുന്നെങ്കിലോ? യോബിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തോടുകൂടെ എന്ത് ചെയ്തേനെ? അവസാനിച്ചേനെ. ബൈബിൾ സ്കൂൾ പിള്ളേർക്ക് വലിയ സൗകര്യമായേനെ. എല്ലാവരും എന്നെ വിട്ടു, എൻ്റെ പാസ്റ്റർക്ക് ഇപ്പോൾ എന്നെ വേണ്ട, എല്ലാവരും എന്നെ തള്ളിക്കളഞ്ഞു. എൻ്റെ ഒരു ആവശ്യം, എൻ്റെ കഷ്ടകാലം വന്നപ്പോൾ ആരും എൻ്റെ കൂടെ ഇപ്പം ഇല്ല. ഇപ്പോൾ ഭാര്യയും പറയുന്നത് എന്തോ പോയി ചത്തൂടെ എന്നാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക്. എന്നാൽ ഞാൻ കാണിച്ചു തരാം. ഒരു കയറന്വേഷിച്ച് എവിടെയെങ്കിലും നടന്നില്ല. He waited patiently. എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു, അന്യനല്ല, എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ അവനെ കാണും. അവിടെ ഉപയോഗിച്ചൊരു പാദമുണ്ട്, എൻ്റെ വീണ്ടെടുപ്പുകാരൻ. എൻ്റെ അർത്ഥം എനിക്ക് നഷ്ടപ്പെട്ടത് മുഴുവനും വീണ്ടെടുത്ത് തരാൻ കഴിവുള്ള ഒരുത്തനെയാണ് ഞാൻ പിൻപറ്റുന്നത്, ഒരുത്തനെയാണ് ഞാൻ സേവിച്ചിരിക്കുന്നത്. എന്തൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടോ അത് മുഴുവൻ അവൻ എനിക്ക് വീണ്ടെടുത്ത് തരും. ആൻഡ് ഐ വിൽ വെയിറ്റ്. ഞാൻ കാത്തിരിക്കും. പലപ്പോഴും ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് നഷ്ടപ്പെടുന്നതിൻ്റെ കാരണം എന്നാണെന്നറിയാമോ? അവർ ഇംപേഷ്യൻസ്, നമ്മുടെ ക്ഷമയില്ലായ്മ. ദൈവത്തിൻ്റെ സമയം വരെ കാത്തിരിക്കാമോ? വാക്ക് പറഞ്ഞതവൻ നിവർത്തിക്കുന്ന ദൈവമാണ്. ഈ പറഞ്ഞ 5 കാര്യങ്ങൾക്കും അധികം വിശദീകരണമൊന്നും ആവശ്യമില്ലാത്ത വാക്കുകളാണ്. അതുകൊണ്ടാണ് ഞാൻ അധികം വിശദീകരണത്തിലേക്ക് പോകാഞ്ഞത്. 1, അൺബിലീഫ്. ഞാൻ ചോദിക്കട്ടെ, കർത്താവ് പറഞ്ഞ എന്തെങ്കിലും നിനക്ക് വിശ്വസിക്കാൻ പ്രയാസമായിട്ട് ഇപ്പോഴും ഉണ്ടോ? നീ വിശ്വസിച്ചോ? ഇറ്റ് കെയിം ഫ്രം ദ ലോർഡ്. അത് കർത്താവാ പറഞ്ഞേ. അവൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടോ? ഇതിനകത്തുണ്ടോ അത് നിനക്ക് കിട്ടിയിരിക്കും, ഉറപ്പാ. ഇതിനകത്തുണ്ടോ അത് നിൻ്റെ അവകാശമാണ്. ഇതിനകത്തുണ്ടോ അത് നിനക്ക് പ്രാപിച്ചെടുക്കാം. Believe it. 2, disobedience. കർത്താവ് പറഞ്ഞ് എന്തെങ്കിലും അനുസരിക്കാത്തതുണ്ടോ? ഇനി അതുകൊണ്ടോ നിന്നോട് എന്തോ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല, എന്നോട് പറഞ്ഞ എന്തോന്ന് എനിക്കറിയാം. ഞാൻ കഴിഞ്ഞ പാസ്റ്റേഴ്സ് മീറ്റിങ്ങിൽ ഞാനത് പറഞ്ഞായിരുന്നു, പങ്കിട്ടായിരുന്നു. അതിൻ്റെ അനുഗ്രഹം ഞാൻ അനുഭവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. എവറി ഡേ, ഓരോ ദിവസവും അനുസരിച്ച്. 3, ഡിലേ.
കർത്താവ് പറയുന്ന ഏതെങ്കിലും കാര്യങ്ങൾ അനുസരിക്കാൻ നിനക്കൊരു വൈമുഖ്യമുണ്ടോ, ഒരു വൈമനസ്യം? നീ ഒന്ന് നീട്ടി വെച്ചിരിക്കുകയാണോ? കർത്താവ് ഇപ്പോൾ എനിക്ക് ആകെ 10-25 വയസ്സായുള്ളൊരു 10 കൊല്ലം കൂടെ എന്നെ വെറുതെ വിട്ടേക്കണം, ലോകമൊക്കെ ഒന്ന് കണ്ടേച്ച്, ലോകമൊക്കെ ഒന്ന് അനുഭവിച്ചേച്ച് ഞാൻ എന്ത് ചെയ്യാം, ഞാൻ വരാം, ലോകമൊക്കെ ഒന്ന് കണ്ടേച്ച് അതിനൊരു അവസരം നീ എനിക്ക് തരണം. എന്താ പറയുക, ബുക്കോ നിനക്ക് ലോകമാണ് വേണം, അതിൻ്റെ ഭവിഷ്യത്തും കൂടെ അനുഭവിച്ചിട്ട് എന്ത് ചെയ്താൽ മതി, ഇങ്ങോട്ട് വന്നാൽ മതി, കാലും ഒടിഞ്ഞിങ്ങ് പോന്നാൽ മതി. നീ കർത്താവ് പറയുന്ന കാര്യങ്ങൾ നമ്മളിങ്ങനെ ഡിലേ ആക്കി പോവുകയാണോ? നീട്ടിവെച്ച് വിശുദ്ധ വേദപുസ്തകം പറയുന്നല്ല, ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ എന്ത് ചെയ്യരുത്, കഠിനമാക്കരുത്. 4, ഹിപ്പോക്രസി. കർത്താവ് പറഞ്ഞു ഒന്നും ചെയ്യാതെ ചെയ്തു എന്നുള്ള ഭാവത്തിലാണോ നമ്മളിരിക്കുന്നത്? അതിന് ഏറ്റവും നല്ല ഉദാഹരണം ആരായിരുന്നു? അനന്യാസ് സഫീറയായിരുന്നു അല്ലേ? ആരും പറഞ്ഞില്ല അവരോട് വസ്തു കൊണ്ട് വിറ്റ് ഇങ്ങ് കൊണ്ടുവരാൻ. എല്ലാം വിറ്റ് ഒരു ഭാഗം എടുത്തു വെച്ചിട്ട് എല്ലാം വിറ്റവരെ പോലെ അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവച്ചേച്ച് ഞങ്ങളും മക്കളുള്ളവരെ പോലെ എന്ത് ചെയ്തിരിക്കുക, എല്ലാം വിറ്റവരുമാണ് എന്നുള്ള വ്യാജഭാവത്തോടെ. അപ്പോസ്തലൻ ചോദിച്ച ഒറ്റ ചോദ്യമുള്ളൂ, പരിശുദ്ധാത്മാവിനെതിരെ വ്യാജം കാണിപ്പാൻ നിന്റെ ഹൃദയത്തെ കൈവശമാക്കിയതാരാ? God hates hypocrisy. ദൈവം വ്യാജഭാവത്തെ എന്ത് ചെയ്യുന്നു, വെറുക്കുന്നു. അടുത്തത് ഇംപേഷ്യൻസ്. തൽക്കാലം പറയാമോ, കർത്താവേ നിന്റെ സമയം വരെ ഞാൻ കാത്തിരിക്കാം, നിന്റെ സമയം വരെ. നീ എന്നെ എന്ന് വലിയവനാക്കുന്നു അതുവരെ ഞാൻ എന്ത് ചെയ്തേക്കാം, നിന്റെ ബലമുള്ള കൈക്കീഴെ എന്ത് ചെയ്തേക്കാം, താണിരിക്കാം. ജീവിതത്തിൽ മറ്റു പല മോഹങ്ങളും കണ്ട് പലരും വാഗ്ദാനം ചെയ്ത് ഇവിടുന്ന് വിട്ടുപോയ ഒത്തിരി ആളുകളെ എനിക്കറിയാം. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളുടെ വളരെ ദയനീയമായൊരു സാക്ഷ്യം ഞാൻ കേട്ടു. എനിക്കത് വളരെ വേദന തോന്നി. ഞാൻ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാനായിട്ട് ഒത്തിരി പ്രാവശ്യം ഫോൺ ചെയ്തു. എന്നിട്ട് അദ്ദേഹം ഫോൺ എടുക്കുന്നത് പക്ഷേ എൻ്റെ ഫോണെന്ന് മനസ്സിലായിക്കൊണ്ടായിരിക്കാം എടുക്കാത്തത്. നമ്മുടെ പ്രൈവറ്റ് സ്കൂളിൽ പഠിച്ചു വന്നൊരു നല്ല മിടുക്കനായൊരു പയ്യനായിരുന്നു. അന്നത്തേക്ക് നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമായൊരവസ്ഥയാണ്, വളരെ ദയനീയമാണ്. ഇവനാന്ന് വെച്ചാൽ നല്ല മിടുക്കനുമാണ്. പോയാൽ എവിടെയും ഇവന് സീറ്റ് കിട്ടും. അതുപോലെ കാണാനുണ്ട്, പ്രസംഗിക്കാനറിയാം. സാറിൻ്റെ കൂടെ നിന്ന് നമ്മുടെ കാര്യമൊക്കെ കട്ടപ്പുകയാന്നുള്ള ആ ധാരണയില്ലേ, ഇവിടെ നിന്ന് ആരുടെയും പുകയാക്കിയിട്ടില്ല കേട്ടോ പമ്പരാൻ. പക്ഷെ അന്ന് നോക്കിയപ്പോൾ അതേ ഉള്ളായിരുന്നു. നല്ലൊരു പ്രസ്ഥാനത്തോടു കൂടെ ചേർന്നു. എനിക്ക് കഴിഞ്ഞ ദിവസം കേട്ടു അതിദാരുണമായ ജീവിതം അവസാനിച്ചിരിക്കുക, വളരെ ദയനീയമായ രീതിയിൽ, പുറത്തു പറയാൻ പറ്റാത്ത രീതിയിൽ. എൻ്റെ ഭാഷ പറഞ്ഞ ലൂത്തിൻ്റെ മക്കൾക്ക് സംഭവിച്ചതുപോലെ ദയനീയമായ സ്ഥിതിയിൽ ആ ദൈവദാസൻ്റെ കുടുംബം ചെന്നെത്തി. കാരണം എന്നാ, ദൈവത്തിൻ്റെ സമയം വരെ കാത്തിരിക്കാൻ മനസ്സില്ലായിരുന്നു. എന്നെ ദൈവം ഉയർത്തുമ്പോൾ എനിക്ക് ഉയർന്നാൽ മതി, എന്നെ ദൈവം വലുതാക്കുമ്പോൾ എനിക്ക് വലുതായാൽ മതി. എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാൻ എന്തോ അതെനിക്കായാൽ മാത്രം മതി. നെവർ മിസ്. ഒരിക്കലും ദൈവത്തിൻ്റെ അത്ഭുതം നഷ്ടമാക്കി കളയരുത്. ഈ 5 മുന്നറിയിപ്പ് ദൈവം നമുക്ക് നൽകി തരിക. അവിശ്വാസമുള്ള ഹൃദയത്തിന് വേറെ പുസ്തകം പറഞ്ഞിരിക്കുന്ന പേര് ദുഷ്ടഹൃദയമെന്ന. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. കർത്താവിൻ്റെ സമയം വരെ കാത്തിരിക്കാനുള്ള സമയം. കർത്താവേ, ഗിവ് മീ പേഷ്യൻസ്, ഐ വിൽ വെയിറ്റ് ടിൽ യുവർ ടൈം. അങ്ങയുടെ സമയം വരെ ഞാൻ എന്ത് ചെയ്യും, ഞാൻ കാത്തിരിക്കും. ഒരിക്കലും ഞാൻ നിന്റെ മുമ്പിൽ വ്യാജ മനോഭാവത്തോടെ ഞാൻ നിൽക്കത്തില്ല. അങ്ങനെക്കുറിച്ച് പറയുന്നതെല്ലാം ഞാൻ ചെയ്യും.